സീകാറ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വമായ സ്വാഗതം. കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിന് അടിസ്ഥാനമായ സാർവത്രിക മതബോധന ഗ്രന്ഥം വളരെ ആഴത്തിൽ പഠിക്കുന്ന നമ്മുടെ ഒരു പഠന സംരംഭമാണ് സീകാറ്റ്. സീകാറ്റിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കൂദാശ ജീവിതത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് നമ്മൾ ഉത്തരം തേടുകയായിരുന്നു. ഇന്ന് നമ്മൾ ആ സംശയങ്ങളുടെ തുടർച്ച എന്ന വണ്ണമാണ് ഇന്ന് ഈ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. കൂദാശ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ അനുദിന ജീവിതത്തിലെ സംശയങ്ങൾക്ക് ഉത്തരം നൽകുവാനും ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാനായി നമ്മോടൊപ്പമായിരിക്കുന്നത് ശാലോം പ്രേക്ഷകർക്ക് ഏറ്റവും സുപരിചിതനും തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനുമായ അഭിനന്യമാർ ജോസഫ് പാംബ്ലാനി പിതാവാണ്. പിതാവിനെ സ്നേഹപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യും. ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞ എപ്പിസോഡിലും ഇന്നും ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുവാനും ചർച്ചയെ മുന്നോട്ട് നയിക്കുവാനുമായി കൂടി എത്തിയിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ ആലക്കോട് ഫൊറോനയിലെ കാർത്തികപുരം സെൻറ്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിലെ മതാധ്യാപകരാണ്. നിങ്ങളെയും വളരെ സ്നേഹപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യും. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വിശ്വാസ ജീവിതത്തിലെ കൂദാശയെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഒരു ആമുഖം നൽകുന്നതിന് വേണ്ടി അഭിനന്യ പിതാവിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കൂദാശകളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തത്, അല്ലേ? കൂദാശകളിലെ ആദ്യ കൂദാശയായ മാമോദീസായെ കുറിച്ച് നാം പഠിച്ചു തുടങ്ങിയിരുന്നു. ഈ മാമോദീസായുടെ വരപ്രസാദം നമുക്ക് ലഭിക്കുന്ന വ്യത്യസ്ത വഴികൾ, മാമോദീസായിലൂടെ നാം എത്തിച്ചേരുന്ന വലിയ ലക്ഷ്യങ്ങൾ, അവയൊക്കെയും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠനവിധേയമാക്കി. അതേ തുടർന്ന് മാമോദീസായുമായി ബന്ധപ്പെട്ട കുറേ പ്രായോഗിക വിഷയങ്ങൾ ഉണ്ട്. വീട്ടുമാമോദീസായെക്കുറിച്ചുണ്ട്, ആഗ്രഹത്താലുള്ള മാമോദീസ, രക്തത്താലുള്ള ജ്ഞാനസ്നാനം, പ്രത്യേകിച്ച് വിവിധ മതങ്ങൾ ഇടകലർന്ന് ജീവിക്കുന്ന സാഹചര്യത്തിൽ മാമോദീസ സ്വീകരിക്കാത്ത മനുഷ്യരുടെ രക്ഷ തുടങ്ങിയ ഒട്ടനവധി വിഷയങ്ങൾ പ്രായോഗികമായിട്ട് നമ്മൾ ഈ മേഖലയിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇതിനെക്കുറിച്ച് പൊതുവായൊരു ആമുഖമാണ് ഞാനിപ്പോൾ പറയാൻ ശ്രമിക്കുക. തുടർന്നുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ചോദ്യങ്ങളുടെ സമയത്ത് ഞാൻ ഉത്തരം പറയാൻ ശ്രമിക്കാം. ആ രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകാം. സമ്മതമാണോ? ഓക്കെ. അങ്ങനെയെങ്കിൽ മാമോദീസായുടെ പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചാൽ, ഈശോ മിശിഹായുടെ കുരിശിലെ ബലിയുടെ വരപ്രസാദം നമുക്ക് സംലഭ്യമാക്കുന്നു എന്നതാണ്. ഈ കുരിശിലെ ബലിയുടെ വരപ്രസാദത്തിലൂടെ അല്ലാതെ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും രക്ഷ പ്രാപിക്കുന്നില്ല എന്ന സത്യം നാം തിരിച്ചറിയണം. ആ അർത്ഥത്തിലാണ് ഈശോ മിശിഹായെ ഏകരക്ഷകൻ എന്ന് നാം വിധിക്കുക, വിലയിരുത്തുക. കാരണം ദൈവവചനം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഏകനാമം ഈശോയുടേതാണ്. മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്ക് ഈശോയുടെ ബലിയല്ലാതെ മറ്റൊരു ബലിയില്ല എന്നും നാം വിശ്വസിക്കുന്നു. പക്ഷേ അതിൻ്റെ അർത്ഥം എല്ലാവരും മാമോദീസ മുങ്ങി സഭയിൽ അംഗമായാൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്ന് ചോദിച്ചാൽ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ കുറേ കൂടി വിശാലമായ ഉത്തരവാണ് തരുന്നത്. മാമോദീസായ്ക്ക് വെളിയിലെ രക്ഷ, അതായത് ഈശോ മിശിഹായിലൂടെ കൈവരുന്ന രക്ഷയെ മാമോദീസ എന്ന കൂദാശയുടെ പരിധിയിൽ മാത്രം ഒതുക്കി മനസ്സിലാക്കരുത് എന്ന അർത്ഥത്തിൽ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രബോധനമുണ്ട്. നമുക്ക് കൂദാശകളിലൂടെ ലഭിക്കുന്ന കുരിശിലെ വരപ്രസാദം ദൈവം ഇതര മനുഷ്യർക്ക് ദൈവത്തിന് മാത്രം അറിയാവുന്ന വഴികളിലൂടെ സംലഭ്യമാക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് സഭ പഠിപ്പിക്കുന്നതിൻ്റെ അർത്ഥം ഒരുപാട് ആലോചിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷെ അപ്രകാരമുള്ള പഠന സാധ്യതകളെ നമ്മൾ നിരാകരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ മാമോദീസ അത്രമേൽ പ്രാധാന്യമുള്ള കൂദാശയായതുകൊണ്ടാണ് മാമോദീസായി പ്രത്യേക സന്ദർഭങ്ങളിൽ ഏതൊരു വ്യക്തിക്കും, വിശ്വാസമില്ലാത്ത വ്യക്തിക്ക് പോലും മാമോദീസ പരികർമ്മം ചെയ്യാൻ സാധിക്കും എന്ന് സഭ പഠിപ്പിക്കുന്നതിൻ്റെ കാരണം അതാണ്.
മാമോദീസ എന്ന കൂദാശ സ്വീകരിക്കാത്തവർക്ക് മറ്റൊരു കൂദാശയും സ്വീകരിക്കാൻ അനുവാദമില്ല. അതുകൊണ്ട് മാമോദീസ എന്ന കൂദാശ പരമപ്രധാനമാണ്. നമ്മുടെയൊക്കെ വിശ്വാസത്തിൻ്റെ പൈതൃകത്തിൽ മാമോദീസായ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, കുഞ്ഞ് ജനിച്ച് 8-ാം ദിവസം മാമോദീസ മുക്കുന്ന പതിവ് സഭയിൽ ഉണ്ടായിരുന്നതാണ്. ഇന്നിപ്പോൾ വകയിലെ അളിയൻ വരുന്നത് വരെയും കാത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ അമ്മാവൻ വിദേശത്താണ്, അമ്മാവൻ വരുന്നവരെ മാമോദീസ. അങ്ങനെ ആർക്കും വേണ്ടി മാമോദീസ നീട്ടിക്കൊണ്ടു പോകരുത്. ഒരു കുഞ്ഞിൻ്റെ അവകാശമാണ് ജനിച്ചാൽ ഉടനെ കർത്താവിൻ്റെ പൈതലായിത്തീരാൻ, സഭയിൽ അംഗമാകാൻ, പരിശുദ്ധാത്മാലയമായി തീരാൻ, നിത്യരക്ഷ പ്രാപിക്കാൻ സഹായിക്കുന്ന മാമോദീസ എന്ന കൂദാശ ലഭിക്കുക ഒരു കൊച്ചിൻ്റെ അവകാശമാണ്. അതുകൊണ്ട് മാമോദീസ അനിയന്ത്രിതമായി നീട്ടിക്കൊണ്ടു പോകുന്ന പതിവ് നാം അവസാനിപ്പിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മാമോദീസായുമായി ബന്ധപ്പെട്ടത് നമ്മൾ കാണുന്ന, മാമോദീസായിൽ നമുക്കൊരു പ്രത്യേക പേര് ലഭിക്കുന്നു, ഇല്ലേ? അതൊരു ക്രിസ്തീയ നാമം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത്. അതിന് വലിയ അർത്ഥമുണ്ട്. സഭാ പാരമ്പര്യം അനുസരിച്ച് ആദ്യത്തെ കൊച്ചിന് അപ്പൻ്റെ പേരാണ്, ആണാണേ കിട്ടുക. പെണ്ണാണേൽ അപ്പൻ്റെ അമ്മയുടെ പേര് കിട്ടും. അതായത് ഒരു കുടുംബത്തിൽ മിക്കവാറും ഈ പേരുകൾ അങ്ങ് റിപ്പീറ്റ് ചെയ്യണം, ആവർത്തിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. എന്താണ് സൂചിപ്പിക്കുക? ഞാനൊരു ഒറ്റപ്പെട്ട വ്യക്തിയല്ല. എനിക്ക് എൻ്റെ അപ്പനോടും വല്യപ്പനോടും അപ്പൂപ്പനോടും എല്ലാം കടപ്പാടുണ്ട്. ആ വലിയ കുടുംബ വൃക്ഷത്തിൻ്റെ ഭാഗമാണ് ഞാനെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് എൻ്റെ പേര് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത്രയും തിരിഞ്ഞു. അതുപോലെ തന്നെയാണ് ഇതൊരു വിശുദ്ധൻ്റെ മാധ്യസ്ഥമാണ് അവിടെ ലഭിക്കുക. വീരോചിതമായി ക്രിസ്തീയ ജീവിതം നയിച്ച ഒരു വിശുദ്ധൻ്റെ പേരാണ് നമ്മൾ മാമോദീസായിൽ സ്വീകരിക്കുന്നത്, അല്ലേ? അപ്പോൾ ആ വിശുദ്ധൻ്റെ പ്രത്യേകമായ സംരക്ഷണം നമ്മൾ പ്രാർത്ഥിക്കണം. എൻ്റെ വിശുദ്ധൻ യൗസേപ്പിതാവാണ്. എൻ്റെ പേര് ജോസഫ് എന്നായതുകൊണ്ട് യൗസേപ്പിതാവാണ് എൻ്റെ വിശുദ്ധൻ. ആ വിശുദ്ധൻ്റെ സവിശേഷമായ സംരക്ഷണം എൻ്റെ ജീവിതത്തിൽ സദാ ഉണ്ട് എന്ന് എനിക്ക് ബോധ്യം കിട്ടിയത് എങ്ങനെയാണ്? ഈ മാമോദീസായിൽ എനിക്ക് ആ പേര് ലഭിച്ചപ്പോൾ സ്വർഗം തീരുമാനിച്ചു എൻ്റെ മാതൃകയും വഴികാട്ടിയും സംരക്ഷകനുമായി ഈ യൗസേപ്പിതാവിനെ എനിക്ക് തരാൻ ഈശോ തീരുമാനിച്ചതുകൊണ്ടാണ് ആ പേര് എനിക്ക് ലഭിച്ചത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ ക്രിസ്തീയ നാമങ്ങളെ ആദരിക്കാനും അത് ഉപയോഗിക്കാനും, പല പിള്ളേർക്കും ഈ കൊനഷ്ട് പേരുകൾ വിളിച്ച് അവർക്ക് മാമോദീസ പേര് എന്നാന്ന് ചോദിച്ചാൽ പോലും അറിയാൻ മേലാത്ത അവസ്ഥയിലെത്തി. അതുകൊണ്ട് മാമോദീസ പേരിൻ്റെ പ്രാധാന്യം തിരിച്ചു കൊണ്ടുവരണം. ഇപ്പോൾ പല വീടുകളിലും പിള്ളേർക്ക് അങ്ങനത്തെ പേരുകളൊക്കെ ഇടുന്നുണ്ട്. കുഞ്ഞുവർക്കി, തൊമ്മാച്ച എന്നൊക്കെ പറഞ്ഞ് പിള്ളേർക്ക് പേരുകളിടുന്ന ശൈലി ചില വീടുകളിലൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലതാണ്. നിങ്ങളുടെ എല്ലാം പേര് ഇട്ടുപോയതുകൊണ്ട് ഇനി ഇടാൻ ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങളുടെ കൊച്ചുമക്കളിലേക്കൊക്കെ എത്തുമ്പോൾ, അതുപോലെ ചിലരൊക്കെ ഇനിയും കല്യാണം കഴിക്കാത്ത സാറുമാരുണ്ട്, അല്ലേ? അപ്പോൾ അവരൊക്കെയും ഇങ്ങനെ ഈ മാമോദീസ പേര് എന്നുള്ള ആ ഒരു വലിയ ശക്തിയാണ്, അത് തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ ഗൗരവമായി പരിശ്രമിക്കണം എന്ന് ഓർക്കുക. മാമോദീസായെക്കുറിച്ചുള്ള ഇതര പ്രായോഗിക മാനങ്ങൾ നിങ്ങളുടെ ചർച്ചകളുടെ ഇടയിൽ നമുക്ക് പങ്കുവയ്ക്കാവുന്നതാണ്. നിങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യങ്ങൾ ഇപ്പോഴൊന്ന് കൂട്ടായി ആലോചിച്ച് ക്രോഡീകരിക്കുക. അതേ തുടർന്ന് നമ്മുടെ ചർച്ച പുനരാരംഭിക്കുക. എല്ലാവരും വളരെ സീരിയസ് ചർച്ചയാണോ? എനിക്ക് തോന്നുന്നു നമ്മുടെ സൺഡേ സ്കൂളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എല്ലാ ക്ലാസ്സിലും തന്നെ പഠിപ്പിക്കുന്ന ഒരു വിഷയം ഇതായിരിക്കും, കൂദാശകളെക്കുറിച്ചുള്ളതല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിൽ നമ്മൾ കൂടുതലും നിങ്ങളുടെ സംശയങ്ങൾ കൂദാശ ജീവിതത്തിലെ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചോ, അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ഉണ്ടാകുന്ന സംശയങ്ങളുണ്ടാകുമല്ലോ. നമ്മുടെ സൺഡേ സ്കൂളിൽ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ തുറന്ന് ചോദിക്കാനുള്ളൊരു സമയമാണത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം.
ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ടത്, നമ്മൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ ഷാലോമിൻ്റെ വിവിധ രാജ്യങ്ങളിലുള്ള അനേകം പ്രേക്ഷകർ പിതാവിൻ്റെ ഈ ക്ലാസ് കേട്ടപ്പോൾ മാമോദിസയെക്കുറിച്ച് ഈ ഒരു സംശയം ഒന്ന് ആരെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ എന്ന് അവരുടെ ഉള്ളിൽ താല്പര്യമുണ്ടാകും. അത് നിങ്ങളിലൂടെ ഇന്ന് ആ ചോദ്യം ഉണ്ടാവണമെന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. പിതാവെ, വീട്ടുമാമോദീസ എന്ന് കേട്ടിട്ടുണ്ട്. അത് ആർക്കൊക്കെ നൽകാൻ സാധിക്കും? അതിന് എപ്പോൾ അത് കൊടുക്കും? വീട്ടുമാമോദിസയെ കുറിച്ചാണ് അല്ലേ ടീച്ചർ ചോദിക്കുന്നത്? ആ വീട്ടുമാമോദിസ എപ്പോഴാണ് കൊടുക്കേണ്ടത്, ഏതൊക്കെ സമയത്ത് കൊടുക്കാം, ആർക്കൊക്കെയാണ് നൽകാൻ സാധിക്കും? ഇതുമായി ബന്ധപ്പെട്ടാണ് മനുസാറിന്റെ ചോദ്യം. ചോദിച്ചോളൂ. പിതാവേ, പല സഭകളിലും വ്യത്യസ്തമായ രീതിയിലാണല്ലോ മാമോദിസ നൽകുന്നതായി കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സഭയിൽ ആർക്കൊക്കെയാണ് മാമോദിസ നൽകാൻ ഭരമേൽപ്പിച്ചിട്ടുള്ളത് എന്നൊന്ന് വ്യക്തമാക്കി തരാമോ? ഓക്കെ, രണ്ടുപേരുടെയും ചോദ്യം ആരാണ് മാമോദിസ കൊടുക്കാൻ അവകാശമുള്ളവർ എന്നുള്ളതിനെ കുറിച്ചാണ്. മാമോദിസ എന്നത് ന്യായമായും പള്ളിയിൽ വെച്ച് വൈദികൻ നൽകേണ്ട ഒരു കൂദാശയാണ്. പൗരസ്ത്യ സഭകളിൽ മെത്രാൻ അല്ലെങ്കിൽ വൈദികനാണ് മാമോദിസായുടെ കാർമ്മികൻ. അതേസമയം പാശ്ചാത്യ സഭയിൽ ഡീക്കനും മാമോദിസായ്ക്കുള്ള അവകാശം കൊടുത്തിട്ടുണ്ട്. മാമോദിസായുടെ സ്വാഭാവിക കാർമ്മികർ ഇവരൊക്കെയാണ്. എന്നാൽ പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ കാർമ്മികൻ എന്നുള്ളൊരു സങ്കല്പം മാമോദിസ എന്ന കൂദാശയ്ക്കില്ല. മാമോദിസ എന്ന കൂദാശ ഏത് വിശ്വാസിക്കും നൽകാം എന്നുള്ളതാണ് ഒന്നാമത്തെ ഇത്. അതായത് ഒരപ്പനും അമ്മയും അവർക്കൊരു കുഞ്ഞ് ജനിച്ചു, ആ കൊച്ച് മരണകരമായ അവസ്ഥയിലാണ്, അമ്മ മാത്രമേ ഇപ്പോൾ അടുത്തുള്ളൂ എന്ന് വിചാരിക്കും. കൊച്ച് ഇപ്പോൾ മരിക്കുന്നൊരു സാഹചര്യം വന്നു, അമ്മയ്ക്കിപ്പോൾ അച്ഛനെ വിളിക്കാൻ ഓടിപ്പോകാൻ പറ്റിയാൽ അപ്പം എന്ത് ചെയ്യണം? ആ അമ്മയ്ക്ക് വെള്ളമെടുത്ത് കൊച്ചിൻ്റെ തലയിൽ ഒഴിക്കാം. 2 തുള്ളി വെള്ളമൊഴിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മറിയാമ്മേ നിന്നെ ഞാൻ മാമോദീസ മുക്കുന്നു എന്ന് പറഞ്ഞാൽ അതെന്തായി? മാമോദീസായി. ഇനി അത് ഏത് വിശ്വാസിക്കും ചെയ്യാം. അപ്പനോ അമ്മയോ ആകണമെന്നൊന്നുമില്ല, ആർക്കും വേണേൽ ചെയ്യാം. അമ്മ പ്രസവ സമയത്ത് ബോധം നഷ്ടപ്പെട്ടു, കൊച്ചു മരിക്കാൻ തുടങ്ങും, അവിടെ നിൽക്കുന്ന നേഴ്സിന് വേണമെങ്കിൽ ആ കുഞ്ഞിന് മാമോദീസ കൊടുക്കും. ഇനി ക്രിസ്ത്യാനികൾ ആരും അവിടെ ഇല്ല എന്ന് വിചാരിക്കും, അങ്ങനത്തെ സന്ദർഭങ്ങളുണ്ടാകും. ക്രിസ്ത്യാനികൾ ആരുമില്ല, അതേസമയം അവിടെ അമ്മ ഉണ്ട്, പക്ഷേ അമ്മയ്ക്ക് ശരീരം അനക്കാൻ മേല, കൈയും കാലും തളർന്നു പോയി കിടക്കുന്ന ഒരവസ്ഥയാണെന്ന് വിചാരിക്കും. അപ്പോൾ എന്ത് ചെയ്യാം? ഒരു അക്രൈസ്തവന് വേണമെങ്കിലും മാമോദിസ കൊടുക്കും. അതെന്ത് ചെയ്താൽ മതി? ഇതുപോലെ വെള്ളം എടുത്ത് ആ പ്രാർത്ഥന അയാൾക്ക് പറഞ്ഞു കൊടുക്കുക, പേര് വിളിക്കണം. മാമോദിസ സാധുവാകണമെങ്കിൽ ആ വ്യക്തിക്ക് പേരുണ്ടായിരിക്കും. മാമോദിസായി പേര് വിളിക്കണം. ആ പേര് വിളിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നീ സ്നാനപ്പെടുന്നു, ഞാൻ നിന്നെ സ്നാനപ്പെടുത്തുന്നു പറഞ്ഞാൽ അതെന്തായി? മാമോദീസയായി. അത് അവിശ്വാസിയാണ് ചെയ്യുന്നത് എങ്കിൽ അവിശ്വാസിക്ക് താൻ എന്നാ ചെയ്യുന്നതെന്നൊരു പിടിയില്ല, അവനതിൽ വിശ്വസിക്കുന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ അതെങ്ങനെയാണ് ശരിയാകുന്നതെന്ന് ചോദിച്ചാൽ, ഈ പ്രവൃത്തിയിലൂടെ തിരുസഭയിൽ എന്താണോ സംഭവിക്കുന്നത് അത് സംഭവിച്ചോട്ടെ എന്ന് അവൻ വിചാരിച്ചാൽ മതി എന്നാണ് അതേക്കുറിച്ച് അതിൻ്റെ ഉദ്ദേശ്യമായിട്ട്, ഇൻറ്റൻഷനായിട്ട് പറയും. ഈ അവിശ്വാസിക്ക് അറിയത്തില്ല ഈ വെള്ളം ഒഴിക്കുന്നത് കൊണ്ട് ഇവിടെ എന്നാ പറ്റുന്നത്, എന്താ സംഭവിക്കുന്നത്, അതെന്നാന്ന് അവൻ അറിയത്തുമില്ല, അവനത് അറിയണമെന്ന് ആഗ്രഹവുമില്ല. പക്ഷെ അവൻ എന്ത് ചെയ്താൽ മതി? ഇതിലൂടെ സഭയിൽ എന്ത് നടക്കുന്നു എന്നാണോ ഈ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് അത് നടന്നോട്ടെ എന്ന ഉദ്ദേശത്തോടെ അവൻ മാമോദീസ കൊടുക്കുമ്പോൾ ആ മാമോദീസ സാധുവായ മാമോദീസയാണ്. ഇനി നമ്മൾ തിരക്കിട്ട് ഇങ്ങനെ കൊച്ചു മരിക്കാൻ തുടങ്ങുകയെന്ന് വിചാരിച്ച് മാമോദീസ മുക്കി കൊച്ചു പുലി പോലെ എഴുന്നേറ്റ് വന്നു. മാമോദീസയുടെ കൃപ കൊണ്ടായിരിക്കാം കൊച്ച് ആരോഗ്യം വീണ്ടെടുത്ത് വന്നു. അത്തരം സന്ദർഭങ്ങളിൽ കൊച്ചിനെ വീണ്ടും മാമോദീസ മുക്കണമെന്ന് ചോദിച്ചാൽ നിർബന്ധമില്ല, യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ കൊടുത്ത മാമോദീസ സാധുവായ മാമോദീസയാണ്. ഇനി നിങ്ങൾക്ക് സംശയമുണ്ട്, അത് ശരിയായോ, യഥാർത്ഥത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പേര് പറഞ്ഞായിരുന്നോ, അന്നേരം വെപ്രാളപ്പെട്ട് എന്തെങ്കിലും ചെയ്തോ എന്ന് സംശയം ഉണ്ടായാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ കാര്യം പോയി നിങ്ങളുടെ ആധ്യാത്മിക പിതാവായ വികാരിച്ചനോട് സംസാരിച്ച്, അദ്ദേഹം മാമോദീസ കൊടുക്കുന്നത് കണ്ടീഷണൽ ബാപ്റ്റിസമാണ്, വ്യവസ്ഥ വെച്ചുള്ള ബാപ്റ്റിസമാണ്.
കർത്താവായ ദൈവമേ, ഈ കുഞ്ഞ് സ്വീകരിച്ച മാമോദീസായ്ക്ക് എന്തെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഈ കർമ്മത്തെ പരിഹാരമായി സ്വീകരിച്ച് മാമോദീസ മുക്കണമേ എന്നാണ്. അത് ഒരിക്കൽ മാമോദീസ സ്വീകരിച്ചതാണെങ്കിൽ അത് പിന്നീട് ആവർത്തിക്കപ്പെടുന്നില്ല. ടീച്ചർ കൈവക്കിയായിരുന്നു, എന്തെങ്കിലും ചോദിക്കാനാണോ? അവിടെ നിൽക്കുന്ന ഏതൊരു അക്രൈസ്തവനും ചെയ്യാമെങ്കിൽ അപ്പോൾ ആ കുഞ്ഞിൻ്റെ തലതൊട്ടപ്പനും ആയിട്ട് നേരം ആ ഒരു അക്രൈസ്തവൻ തന്നെയല്ലേ ആയി വരുന്നത്? അതിലെന്തെങ്കിലും ദോഷമുള്ളതായിട്ട് നമുക്ക് ആ സമയത്ത് തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ഇല്ല, ഇല്ലേ? അപ്പോൾ അത്തരം സന്ദർഭങ്ങൾ, അത് മരണകരമായ അടിയന്തര സാഹചര്യങ്ങളിലാണ്. അത്തരം സന്ദർഭങ്ങളിൽ എന്തെല്ലാം കുറവുണ്ടോ ആ കുറവെല്ലാം തിരുസഭ പരിഹരിക്കുന്നു എന്നാണ്. ആ കുറവുകളെയെല്ലാം തിരുസഭ പരിഹരിക്കുന്നു എന്നുള്ളതാണ് സഭയുടെ വിശ്വാസം. അതിനെയാണ് എക്ലേസിയ സൂപ്ലത്ത് എന്ന് സഭാപിതാക്കന്മാരൊരു സങ്കല്പം പറയും. അതായത് എന്തെല്ലാം കുറവുണ്ടോ അതെല്ലാം തിരുസഭ പരിഹരിക്കുന്നു. തലതൊട്ടപ്പന്മാരായിട്ട് അമ്മയായിട്ട് ആരും ഇല്ല എങ്കിൽ അവിടെ ആ കൊച്ചിനെ തൊടാൻ മാതാവും യൗസേപ്പിതാവും വന്ന് തൊട്ടോളും, അല്ലേ? അങ്ങനെ സഭ അത് പരിഹരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത്? ഐശ്വര്യ ടീച്ചർ ചോദിച്ചു. ഇപ്പോൾ ഈ വീട്ടുമാമോദിസയെക്കുറിച്ച് പിതാവ് പറഞ്ഞല്ലോ. പിതാവ് പറഞ്ഞതിനെക്കുറിച്ച് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇപ്പം മാമോദിസ സ്വീകരിക്കാതെ അക്രൈസ്തവരായ ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നില്ല, ക്രൈസ്തവരായ ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് മാമോദിസ സ്വീകരിക്കാതെ മരിച്ചു പോയൊരു കുഞ്ഞിന്, പ്രത്യേകിച്ചും അബോർഷൻ്റെ ഒക്കെ സമയത്ത് അറിഞ്ഞോ അറിയാതെ അബോർട്ട് ചെയ്യപ്പെടുന്ന കുഞ്ഞുങ്ങൾ, അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് അതിനുവേണ്ടി എന്തെങ്കിലും പ്രതിവിധി പരിഹാരം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ മാതാപിതാക്കന്മാർക്ക്? ഐശ്വര്യയുടെ ചോദ്യം വളരെ കാലിക പ്രസക്തിയുള്ളൊരു ചോദ്യമാണ്. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഈ അബോർഷൻ, ഗർഭഛിദ്രമൊക്കെ വളരെ വ്യാപകമായ തോതിൽ നടക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു വർഷം 5 കോടിയോളം കുഞ്ഞുങ്ങൾ അബോർഷനിലൂടെ ജീവഹാനി സംഭവിക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിലാണെങ്കിൽ ഒരു മണിക്കൂറിൽ തന്നെ 1500-ലധികം അബോർഷൻ സംഭവിക്കുന്നു എന്നാണ് ഗവൺമെൻറ് തന്നെ പുറത്തുവിടുന്ന കണക്കുകൾ. അപ്പോൾ അത്രയും വ്യാപകമായി കുഞ്ഞുങ്ങൾ നശിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഈ പറഞ്ഞ പോലെ ഓപ്പറേഷൻ തിയേറ്ററിൽ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നാലേ നേഴ്സിനാണേലും മുക്കത്തുള്ളൂ, അല്ലേ? അതിനു മുമ്പേ അത് കൊല്ലപ്പെടുന്ന സാഹചര്യമാണെങ്കിൽ അതിൻ്റെ മാമോദീസ എങ്ങനെ നടക്കും എന്ന ഐശ്വര്യ ടീച്ചറിൻ്റെ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഇവരുടെ രക്ഷയെക്കുറിച്ച്, രക്ഷയ്ക്ക് മാമോദീസ ഏറ്റവും സഹായകമായ കൂദാശയാണ്, അതിനകത്ത് സംശയമൊന്നുമില്ല. പക്ഷേ ആ കുഞ്ഞിൻ്റേതല്ലാത്ത കാരണത്താലാണ് കുഞ്ഞ് അബോർട്ട് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ മരിക്കുന്നത്. അബോർഷൻ മാത്രമാകണമെന്നില്ല, മറ്റ് സാഹചര്യങ്ങളിൽ ഇത് സംഭവിക്കാം. ആ കുഞ്ഞിൻ്റേതല്ലാത്ത കാരണത്താൽ ആ കുഞ്ഞ് മരിക്കാൻ ഇടവരികയും ആ കുഞ്ഞ് സ്വാഭാവികമായി ജനിച്ച് വളർന്നിരുന്നെങ്കിൽ മാമോദീസ സ്വീകരിച്ച് വളരാവുന്ന സാഹചര്യങ്ങളായിരുന്നു ഉള്ളത് എങ്കിൽ ആ കുഞ്ഞിന് മാമോദീസ ലഭിച്ചില്ല എന്ന ഒറ്റ കാരണത്താൽ ആ കുഞ്ഞിൻ്റെ രക്ഷ അപകടത്തിലാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് തിരുസഭ അതുപോലെ മതബോധന ഗ്രന്ഥം നമുക്ക് തരുന്ന ഉത്തരം. അതെന്താണ് എന്ന് ചോദിച്ചാൽ, ഈശോ മിശിഹ കുഞ്ഞുങ്ങളെ എപ്പോഴും ഇഷ്ടപ്പെട്ടയാളാണ്. കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കലേക്ക് വരുവിൻ, അവരെ തടയേണ്ട എന്ന് ഈശോ എപ്പോഴും പറയുന്നുണ്ട്, അല്ലേ? ശിഷ്യന്മാർ പറഞ്ഞ് ഈ പിള്ളേരെല്ലാം ഇവിടുന്ന് പോകും, ശല്യങ്ങൾ, ഈശോയ്ക്ക് വേറെ പണിയുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈശോ എന്നാ പറഞ്ഞേ? ഉണ്ടായിരിടാന്ന്. കുഞ്ഞുങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നോട്ടെ, അവരൊരിക്കലും തടയണ്ട. കുഞ്ഞുങ്ങളോടുള്ള ഈശോയുടെ വലിയ സ്നേഹം ഈശോ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. തന്നെയുമല്ല, ഒരു മനുഷ്യൻ്റെ രക്ഷ അയാളുടേതല്ലാത്ത കാരണങ്ങളാൽ ദൈവം നിരസിക്കും എന്ന് നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. അതായത് മാമോദീസായിലൂടെ നമുക്ക് ലഭിക്കുന്ന വരപ്രസാദം തന്നെ ദൈവം അദൃശ്യമായ രീതിയിൽ ആ കുഞ്ഞുങ്ങൾക്ക് ലഭ്യമാക്കി അവരെ ജന്മപാപത്തിൽ നിന്ന് മോചിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ് കൂടുതൽ ശരിയായ രീതി. പിതാവ് ഇപ്പോൾ ഈ പറഞ്ഞ രീതിക്കാണെങ്കിൽ ഈ അക്രൈസ്തവരും അവർക്ക് ഒരു മാംസ ലഭിക്കാൻ സാധ്യതയില്ലാതെ വന്നതുകൊണ്ടല്ലേ അവർക്ക് മാംസ കിട്ടാതെ വന്നത്? അങ്ങനെയുമ്പോൾ അക്രൈസ്തവർ മരിച്ചാലും അവർക്ക് മാമോദിസയുടെ കൃപാവരം ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ? യെസ്, ടോമി സാറ് വളരെ പ്രസക്തമായ മറ്റൊരു ചോദ്യം ഉയർത്തിയിരിക്കുകയാണ് അക്രൈസ്തവരുടെ മാമോദിസയെക്കുറിച്ച്.
അക്രൈസ്തവനായൊരു വ്യക്തി രക്ഷ പ്രാപിക്കുമോ എന്ന് ചോദിച്ചാൽ അതേക്കുറിച്ച് തിരുസഭ നൽകുന്ന ഉത്തരം, രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ഉത്തരം ഞാൻ പറയാം. അതിങ്ങനെയാണ്: അക്രൈസ്തവനായൊരു വ്യക്തി ശരിയാം വിധം രൂപീകരിച്ച സ്വന്തം മനസാക്ഷി അനുസരിച്ച് ജീവിക്കുമ്പോൾ അയാൾ പരോക്ഷമായി സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിലാണ്. ആ വ്യക്തി സ്വന്തം മനസാക്ഷി അനുസരിച്ച് ജീവിക്കുമ്പോൾ എന്താണ്? ആ വ്യക്തിക്ക് ഈശോമിശിഹായുടെ വരപ്രസാദത്തിന് അവകാശമുണ്ട്. ഈ ഭൂമിയിൽ ഒരു മനുഷ്യ വ്യക്തി പോലും ഈശോയിലൂടെ അല്ലാതെ രക്ഷിക്കപ്പെടുന്നില്ല. എന്നാൽ പല കാരണങ്ങളാൽ മാമോദീസ സ്വീകരിച്ച് സഭയിൽ അംഗമാകാൻ കഴിയാതെ വരുന്ന വ്യക്തികൾക്ക് കുരിശിലെ ബലിയുടെ വരപ്രസാദം ദൈവത്തിന് മാത്രം അറിയാവുന്ന വഴികളിലൂടെ സംലഭ്യമാക്കുകയും അതുവഴി അവരെ രക്ഷിക്കുകയും ചെയ്യുന്നു എന്നാണ് തിരുസഭ പഠിപ്പിക്കുക. അതായത് ജന്മപാപം പരിഹരിക്കാൻ നമുക്ക് മാമോദീസ എന്ന വഴി നമുക്കറിയാം, അങ്ങനൊരു വഴിയുണ്ടെന്ന്. അതേസമയം മറ്റുള്ളവരുടെ മാമോദീസ സ്വീകരിക്കാത്തവരുടെ ജന്മപാപം ദൈവം എങ്ങനെയാണ് പരിഹരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതേക്കുറിച്ച് വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നത് ദൈവത്തിന് മാത്രം അറിയാവുന്ന വഴികളിലൂടെ ദൈവം അവരുടെ ജന്മപാപം പരിഹരിച്ച് അവരെയും രക്ഷയുടെ വഴിയിലൂടെ നയിക്കുന്നു എന്നതാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങളോ പ്രേക്ഷകരോ തെറ്റിദ്ധരിക്കരുത്. ഈശോമിശിഹ എന്ന ഏക രക്ഷകനെയും അവനിലൂടെ കൈവന്ന രക്ഷയെയും ആണ് ഈ വിശദീകരണത്തിലും നാം ഏറ്റുപറയുക. കാരണം എന്താ? ഈശോമിശിഹായ്ക്ക് മാത്രമേ മനുഷ്യനെ രക്ഷിക്കാൻ പറ്റുള്ളൂ. ആ കുരിശിൽ ഈശോ നേടിയ രക്ഷയുടെ വരപ്രസാദം മാമോദീസ എന്ന കൂദാശയിലൂടെ നമ്മൾ വിശ്വാസികൾ സ്വീകരിക്കുമ്പോൾ അതേ വരപ്രസാദം ദൈവത്തിന് മാത്രം അറിയാവുന്ന വഴികളിലൂടെ ദൈവം മറ്റ് മനുഷ്യർക്കും സംലഭ്യമാക്കാൻ ഇടയുണ്ട്, അതിന് സാധ്യതയുണ്ട്. ഉറപ്പല്ല പറയുക, ദൈവത്തിന് അത് ചെയ്യാൻ പറ്റും എന്ന് വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നത് നാം മനസ്സിലാക്കും. മാത്യു സാറിന് സംശയം ഇതുമായി ബന്ധപ്പെട്ട ചോദിച്ചോളൂ. മനസാക്ഷി അനുസരിച്ച് നല്ല രീതിയിലാണ് ഒരാൾ ജീവിക്കുന്നത്, ഒരു അക്രൈസ്തവനായ വ്യക്തി. അദ്ദേഹത്തിന് ഈശോയെക്കുറിച്ച് അദ്ദേഹം അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈശോയെ അംഗീകരിക്കാൻ അയാൾ തയ്യാറല്ല, വിശ്വാസം സ്വീകരിക്കാനും തയ്യാറല്ലെങ്കിലും അയാൾക്ക് രക്ഷപ്പെടുമോ? അത് നല്ലൊരു ചോദ്യമാണ്. ഒരു വ്യക്തി ഈശോയെ അറിഞ്ഞു, ഈശോയാണ് രക്ഷകനെന്ന് ബോധ്യം കിട്ടിയിട്ടും ബോധപൂർവ്വം ഈശോയെ തള്ളിക്കളഞ്ഞതാണെങ്കിൽ അയാൾക്ക് ഈ പറഞ്ഞ രക്ഷാമാർഗം കിട്ടും എന്ന് നമുക്ക് ചിന്തിക്കാൻ നിവൃത്തിയില്ല. പക്ഷേ ഒരു വ്യക്തി ഈശോയെ അറിഞ്ഞു എന്നുള്ളതിൻ്റെ ആപേക്ഷികതയും കൂടി നമ്മൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ഈശോയെ അറിഞ്ഞു എന്ന് പറയുന്നത് എപ്പോഴാണ്? ആ വ്യക്തി ഈശോയെ രക്ഷകനും നാഥനുമായി തൻ്റെ ജീവിതത്തിൻ്റെ സർവസ്വവുമായി അവനെ ഏറ്റുപറയാൻ തക്ക അറിവ് ഒരു വ്യക്തിക്ക് ലഭിക്കുമ്പോഴാണ് ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ഈശോയെ അറിഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റുക. ആ വ്യക്തിക്ക് ഈശോയെക്കുറിച്ചുള്ള അറിവ് കേവലം ഭാഗികമായിരുന്നു, അല്ലെങ്കിൽ അപൂർണമായിരുന്നു. അതുകൊണ്ടാണ് ആ വ്യക്തി ഈശോയെ അറിയാതെ പോയത്, അല്ലെങ്കിൽ അംഗീകരിക്കാതെ പോയത് എന്ന് നമ്മൾ കരുതേണ്ടി വരും. അതുകൊണ്ട് അക്രൈസ്തവരായൊരു മനുഷ്യൻ, അത് ക്രിസ്ത്യാനിയാണേലും ശരി, മാമോദിസ സ്വീകരിച്ചിട്ടും ഈശോയുടെ പ്രബോധനത്തെ അംഗീകരിക്കാതെ തള്ളിക്കളഞ്ഞ് ജീവിച്ച ക്രിസ്ത്യാനിയുടെ കാര്യം എന്താണ്? പോക്ക, അവനും രക്ഷപ്പെടിയല്ലോ, അല്ലേ? അതുകൊണ്ട് ഈ അക്രൈസ്തവൻ സ്വന്തം മനസാക്ഷി അനുസരിച്ച് ജീവിച്ചു എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ആ വ്യക്തിയുടെ രക്ഷയ്ക്ക് ദൈവം ഒരു വഴി തുറന്നിട്ടിട്ടുണ്ട് എന്നുള്ള സത്യമാണ്. അതുകൊണ്ട് ബോധപൂർവം ഈശോയെ നിരസിക്കുന്ന ആർക്കും രക്ഷയുടെ ഭാഗമാകാൻ സാധിക്കില്ല. പിതാവേ, ഇപ്പോൾ നമ്മൾ ഈ വീട്ടുമാംസയും പള്ളിയിലെ മാംസയെ പറ്റിയൊക്കെയാണല്ലോ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു പിതാവിൻ്റെ ഈ വിവരണം കേട്ടപ്പോൾ പ്രേക്ഷകന് ചിലപ്പോൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായേക്കാം. എന്നേ പിന്നെ ഈ പള്ളിയിലെ മാംസയുടെ ആവശ്യമുണ്ട്, വീട്ടിൽ തന്നെ കൊടുത്തങ്ങ് ഒഴിവാക്കിയാലോ എന്നൊരു ധാരണ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ വീട്ടുമാമോദിസ മതിയോ അതിന് പള്ളിയിലെ തന്നെ വേണോ എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യത വരുത്തുന്നത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിതാവെന്ന് പറയുമോ? അത് ശരിയാണ്. ചിലർക്ക് അങ്ങനെ എളുപ്പവഴിയിൽ നടക്കാൻ ആഗ്രഹിക്കുന്ന പലരുമുണ്ട്. ഏതാണേലും വീട്ടിൽ കൊടുത്താലും കുഴപ്പമില്ല,
എന്നാൽ പിന്നെ ചിലവും കുറഞ്ഞിരിക്കും. ബക്കറ്റിലേക്ക് കൊച്ചിനെ നിർത്തിയിട്ട് 2 ബക്കറ്റ് വെള്ളം കോരി ഒഴിച്ചാൽ പ്രശ്നം തീരും. ഇപ്പം മാമോദിസയ്ക്കൊക്കെ വലിയ ചിലവാണ് പിതാവേ. ആ മാമോദിസ വലിയ ചിലവാക്കി മാറ്റിയിട്ടുമുണ്ട്. അതൊക്കെ ഒഴിവായി കിട്ടും. ഇന്ന് ചിന്തിക്കരുത്. ഞാൻ നേരത്തെ തന്നെ അത് പറഞ്ഞിരുന്നു. അതെപ്പോൾ മാത്രമാണ് മരണകരമായ സാഹചര്യത്തിൽ എന്നാണ് അതിനെ പറഞ്ഞിരിക്കുന്നത്. മരണകരമായ സാഹചര്യത്തിൽ എല്ലാത്തിനും ഒഴിവുകളുണ്ട്. അതിൽപ്പെട്ടതാണ് ഈ വീട്ടു മാമോദീസ എന്ന് പറയുന്നത്. അത് ആ രീതിയിൽ തന്നെ നമ്മൾ പരിഗണിക്കണം. നിങ്ങൾക്ക് പള്ളിയിൽ പോയി സഭ നിശ്ചയിച്ച കാർമ്മികൻ്റെ പക്കൽ നിന്ന് മാമോദീസ സ്വീകരിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായും പള്ളിയിൽ പോയി മാമോദീസ കാർമ്മികനിൽ നിന്ന് തന്നെ സ്വീകരിക്കണം. ചെലവ് പ്രശ്നമുണ്ട് എങ്കിൽ അതിന് പ്രത്യേകിച്ച് ഒരു ചെലവും പള്ളി ഈടാക്കുന്നില്ല എന്നെല്ലാവരും അറിയുക. മാമോദീസ കഴിഞ്ഞ് നിങ്ങൾ സുഖമായി വീട്ടിൽ വന്ന് കഞ്ഞിയും കുടിച്ച് കിടന്നാൽ മതി, പ്രശ്നമില്ല. വീട്ടുമാമോദീസ കൊടുത്താലും പള്ളിയിലെ മാമോദീസ കൊടുക്കണമോ? അതേക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. വീട്ടുമാമോദീസ കൊടുത്താൽ പള്ളിയിൽ മാമോദീസ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ നിങ്ങൾക്ക് സംശയമുണ്ടെന്ന് വിചാരിക്കുക. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ വ്യവസ്ഥകൾ വീട്ടുമാമോദീസയിലും ഉണ്ടാകണം. എന്താണ്? വെള്ളം ഒഴിക്കണം. വെള്ളം കിട്ടിയില്ല, കൊച്ചിന് എൻ്റെ തലയിൽ കുറച്ച് മരുന്ന് ഒഴിച്ചെന്ന് വിചാരിക്കുക. മരുന്ന് കുപ്പി എടുത്തിരുന്നു, അത് മാമോദീസ ആകുമോ? ഇല്ല. വെള്ളം ഒഴിക്കണം. അതുപോലെ അതിൻ്റെ പ്രാർത്ഥന ചൊല്ലണം. ഏതാണ്? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തോമസ്, മറിയം, നിന്നെ ഞാൻ മാമോദീസ മുക്കുന്നു. ഇത്രയും പറഞ്ഞു. ആ വെപ്രാർത്ഥന പറഞ്ഞോ എന്നൊരു സംശയം ഉണ്ടെന്ന് വിചാരിക്കും. അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി മാമോദീസ മുക്കാം. അല്ലെങ്കിൽ കൊച്ചിന് ഇപ്പം ചിലപ്പോൾ ഒക്കെ കാണാറുള്ളൊരു പ്രശ്നമാണ്, ഒരു മാമോദീസ മുങ്ങിന്ന് തോന്നുന്ന കണക്കിലൊന്നുമില്ല, മാമോദീസ രജിസ്റ്ററിൽ പേരും ഇല്ല, ഒന്നുമില്ല. അമ്മയോട് ചോദിച്ചു, മാമോദീസ മുക്കിയായിരുന്നോ? മുക്കിയോ? അറിയത്തില്ല, ഓർക്കുന്നില്ല. അങ്ങനത്തെ സംശയങ്ങൾ വരുമ്പോഴും എന്ത് ചെയ്യണം? ഈ കണ്ടീഷനോടുകൂടിയുള്ള മാമോദീസ. കർത്താവെ, ഈ കുഞ്ഞിനെ മാമോദീസ മുക്കിയോ ഇല്ലയോ എന്ന് അറിയുന്നില്ല, അവൻ ഇതുവരെയും മാമോദീസ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഇതിനെ മാമോദീസയായി കരുതി സ്വീകരിക്കണമേ എന്ന് പറഞ്ഞ് കൊച്ചിന് മാമോദീസ കൊടുക്കും. അതാണ് വ്യവസ്ഥ വെച്ചുള്ള മാമോദീസ. നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ ഏതാണ്ട് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇനി ഒരുപാട് സംശയങ്ങളുണ്ടല്ലേ? ഇനിയും കുറച്ച് പേരോട് ചോദിക്കാനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത എപ്പിസോഡിൽ നമ്മുടെ എല്ലാ സംശയങ്ങളും വീണ്ടും നമുക്ക് ചോദിക്കാം. ഇന്നത്തെ നമ്മുടെ ഈ കൂദാശകളെക്കുറിച്ചുള്ള മനോഹരമായ ഈ പ്രോഗ്രാം CCAT-ലൂടെ ഇന്നത്തെ നമ്മുടെ എല്ലാ സംശയങ്ങൾക്കും കൃത്യമായ ഉത്തരങ്ങൾ, ഹൃദ്യമായ ഉത്തരങ്ങൾ നമുക്ക് നൽകിയ തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനായ അഭിവന്യ മാർ ജോസഫ് പാംബ്ലാനി പിതാവിന് CCAT-ൻ്റെയും ശാലോം പ്രേക്ഷകരുടെയും ഹൃദയം നിറഞ്ഞ നന്ദി, സ്നേഹപൂർവ്വം. ഇന്നത്തെ ചർച്ചയിൽ വളരെ ആക്റ്റീവായി പങ്കെടുക്കുകയും നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് ലോകമെമ്പാടുള്ള ശാലോം പ്രേക്ഷകർക്ക് അവരുടെ വിശ്വാസ ജീവിതത്തിലെ സംശയങ്ങൾ പരിഹരിക്കാൻ തക്കവണ്ണം ചോദ്യങ്ങൾ ഉന്നയിച്ച ചർച്ചയിൽ പങ്കെടുത്ത കാർത്തിപുരം സെൻറ്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ മതാധ്യാപകരായ നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദയപൂർവ്വം നന്ദി അർപ്പിക്കുന്നു. തുടർ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളുമായി നമ്മൾ വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടും. അതുവരെയും പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കാം. നന്ദി. CCAT പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.